നമസ്കാരം. ഈ സ്വയം വിഡ്ഢിയാവുക, സ്വയം തേഞ്ഞൊട്ടുക എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ മിക്കവാറും CPM-ന് വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാർ അത്തരത്തിൽ ഒരു വ്യക്തിയാണ്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നതിന് തൊട്ടു മുമ്പായിട്ട്, അതായത് പ്രസിഡന്റ് അതിൽ ഒപ്പിടുന്നതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പം ജനതയ്ക്ക് എന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞു, അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു ഗുണവും ഈ പുതിയ നിയമ ഭേദഗതിയിലൂടെ ലഭിക്കില്ല എന്ന്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 5-ാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തു. അതിൽ ഞാൻ പറയുകയുണ്ടായി, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ ഇന്നേ ദിവസം തിരികെ വരാനുള്ള ചാൻസസ് 99.99 ആയിരിക്കും എന്ന്. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത്തരത്തിൽ ഒരു വിധി, ഇടക്കാല വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന അതേ നിബന്ധനകളോടെയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ശ്രീ KS അരുൺകുമാറിന്റെ വിഷയത്തിലേക്ക് വരാം. മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് ഈ നിയമ ഭേദഗതി സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. BJP ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ, അല്ലെങ്കിൽ അവിടെ ഭൂപ്രശ്നം നേരിടുന്നവരെ പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ഈ വഖഫ് ആക്ടും വഖഫ് ഭേദഗതി നിയമവും ഒക്കെ അരച്ച് കലക്കി കുടിച്ചുകൊണ്ടാണ് ഈ അഭിപ്രായം പറയുന്നത് എന്നാണ്. അതിനാൽ തന്നെ ഇനി അങ്ങോട്ട് എന്റേതായിട്ടുള്ള പരാമർശങ്ങൾക്ക് അദ്ദേഹം മാത്രമായിരിക്കും ഉത്തരവാദി എന്നും ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കില്ല എന്നും ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. വഖഫ് ഭേദഗതി നിയമം സംബന്ധിച്ച JPC-യുടെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നത് ഫെബ്രുവരി മാസം 14-ാം തീയതി വൈകുന്നേരമായിരുന്നു. 15-ാം തീയതി തന്നെ ഞാൻ പറഞ്ഞു, ഈ റിപ്പോർട്ട് ഇതുപോലെ നടപ്പിലാക്കപ്പെടുകയാണ് എങ്കിൽ മുനമ്പത്തിന്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്ന്. അപ്പോൾ എന്തായാലും ആ ഭേദഗതി ബിൽ പാസ്സാക്കപ്പെട്ടു. പ്രസിഡന്റ് ഇപ്പോൾ അതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അതൊരു നിയമം ആയി മാറിക്കഴിഞ്ഞു. അതിനാൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. മുനമ്പത്തിന് 100% ശാശ്വത പരിഹാരം ഈ ഭേദഗതിയിലൂടെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്നാൽ ശ്രീ KS അരുൺകുമാർ പറയുന്നത്, ഈ പുതിയ ഭേദഗതിയിലൂടെ യാതൊരു വിധത്തിലും ഉള്ള ഒരു ഗുണവും മുനമ്പം ജനതയ്ക്ക് ലഭിക്കില്ല. BJP വെറുതെയെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി അത്തരത്തിൽ ഒരു ഗുണം മുനമ്പം ജനതയ്ക്ക് ലഭിക്കും എന്ന വ്യാജ പ്രചാരണം നടത്തുകയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പരിഹാരം എന്ന് മാത്രം വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ പറയാം. കാരണം ഒരു സെന്റൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. അതുപോലും കേരളത്തിലെ നമ്പർ 1 കേരളത്തിലെ പ്രബുദ്ധരായ ആൾക്കാർക്ക് നേരെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഓരോരുത്തരും അവരുടെ പാർട്ടിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അതിനെ വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ട്രപ്പീസ് പ്രകടനമാണ് നമ്മുടെ KS അരുൺകുമാർ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ പ്രകടനം അവസാനം വരെ കാണണം എന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പുതിയ ഭേദഗതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുസ്ലിം അദ്ദേഹത്തിന് ഒരു വഖഫ് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണ്. അപ്പോൾ അതിനാദ്യം അദ്ദേഹത്തിന് സ്വന്തമായ വസ്തു വേണം. ഓക്കെ, വസ്തു ഉണ്ട്. അത് അദ്ദേഹം മുസ്ലിം മതം അനുശാസിക്കുന്ന പയസ്, റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം അതിൻ്റെ ആദായം മാറ്റിവെക്കേണ്ടത്. അതുമാത്രം പോരാ, അദ്ദേഹം ആ കാര്യം നടപ്പിൽ വരുത്തുന്നതിനായി ഒരു മാനേജരെ പോലെ മുത്തവല്ലി എന്നുള്ള ആളിനെ അതിൻ്റെ ഈ ഭരണം ഏൽപ്പിക്കണം. പിന്നെ വരുന്നത് ഗുണഭോക്താക്കളാണ്. ആരൊക്കെ ആയിരിക്കണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്നും ഈ വഖഫ് ഉണ്ടാക്കുന്ന വ്യക്തി തീരുമാനിക്കണം. അതിനനുസരിച്ച് ഈ വഖഫ് ഉണ്ടാക്കിയ ആൾ നിർദ്ദേശിക്കുന്ന പ്രകാരം ഈ മുത്തവല്ലി അതിൻ്റെ ആദായം ചെലവിടണം. ഇതാണ് ഒരു വഖഫ്. അപ്പോൾ ഒരു വഖഫ് ഉണ്ടാക്കി അദ്ദേഹം ഒരു മുത്തവല്ലിയെ ആണ് ഏൽപ്പിക്കുന്നത് എങ്കിൽ അത് വഖഫ് ആക്ടിന്റെ പരിധിക്ക് അകത്തായിരിക്കും. ഒരു സംശയവും ഇല്ല. അത്തരം വഖഫിന് വേണ്ടി തന്നെയാണ് ഈ വഖഫ് ആക്ട് നിലവിൽ വരുത്തിയിട്ടുള്ളത്.
എന്നാൽ അദ്ദേഹം ഒരു മുത്തവല്ലിയെ അല്ല ഏൽപ്പിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ട്രസ്റ്റായിട്ട് അതിന് രൂപകൽപ്പന ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ട്രസ്റ്റ് ആക്ടിനടിയിൽ അതിനെ രജിസ്റ്റർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്ന പക്ഷം അന്നേ ദിവസം മുതൽ തന്നെ അന്ന് തൊട്ട് ഇന്നു വരെയുള്ള ഇടക്കാല അളവിൽ ഏതെങ്കിലും കോടതികൾ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് സുപ്രീം കോടതി പോലും ഇതൊരു വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ അത്തരം വഖഫുകളെ ഭരിക്കാൻ, കൺട്രോൾ ചെയ്യാൻ വഖഫ് ബോർഡുകൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ആ ട്രസ്റ്റ് എന്ന് മുതൽ നിലവിൽ വന്നോ അന്ന് മുതൽ തന്നെ അത് ഈ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും എന്നാണ് അതിലുള്ള ഒരു ക്ലോസ്. രണ്ടാമതായി അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി, ട്രസ്റ്റായിട്ടല്ല അദ്ദേഹം ചെയ്തത്, ഈ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ പല നിയമങ്ങളാണ്. ഈ വഖഫ് ആക്ട് ഇറ്റ് സെൽഫ് ഈസ് എ സ്റ്റാറ്റ്യൂട്ട്. 1882 ട്രസ്റ്റ് ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. നമ്മുടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. അപ്പോൾ അത്തരം ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് കീഴിലാണ് അദ്ദേഹം ഈ സമർപ്പണം നടത്തുന്നത് എങ്കിലും, അതായത് മുത്തവല്ലിക്കും പകരം അത്തരം വസ്തുക്കളും ആരംഭം മുതൽ തന്നെ ഈ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും എന്നാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം നിഷ്കർഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ മുനമ്പംകാർക്ക് രക്ഷയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ പുതിയ നിയമം നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ള വഖഫ് ആക്ട് പ്രകാരം ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ഫെയ്ത്ത്, റിലീജിയൻ, വഖഫ് ഉണ്ടാക്കാമായിരുന്നു എന്നാണ് നിയമം. അതായത് ഒരു ഹിന്ദുവിന് വേണമെങ്കിലും ഇത്തരത്തിൽ ഒരു വഖഫ് ഉണ്ടാക്കാം. എന്നാൽ ഈ പുതിയതായി നിലവിൽ വന്ന നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം അതൊരു മുസ്ലിം ചെയ്താൽ മാത്രമേ ഈ പരിരക്ഷ കിട്ടത്തുള്ളൂ. അതായത് ഒരു ഹിന്ദു ആയിരുന്നു ഇത്തരത്തിൽ ഒരു വഖഫ് ഉണ്ടാക്കിയത് എങ്കിൽ അദ്ദേഹത്തിന് ഈ പരിരക്ഷ, അദ്ദേഹം ഉണ്ടാക്കിയ ട്രസ്റ്റിനോ ഈ സൊസൈറ്റിക്കോ ഈ പരിരക്ഷ കിട്ടത്തില്ല എന്നാണ് ബൈ എ മുസ്ലിം എന്നുള്ള പ്രയോഗത്തിലൂടെ അവിടെ സ്ഥാപിതം ആയിരിക്കുന്നത്. ഇനി നമുക്ക് മുനമ്പത്തിന്റെ കേസ് എടുക്കാം. മുനമ്പത്ത് എന്താണ് സംഭവിച്ചത്? അതുണ്ടാക്കിയത് ഒരു മുസ്ലിമാണോ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. 1950 നവംബർ മാസം 1-ാം തീയതിയാണ് കൊച്ചിയിലെ കച്ചി മേമൻ സേട്ടു ഫാമിലിക്കാരനായ സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് ഇവിടെ ഈ വസ്തു ദാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ 1-ാമത്തെ കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണ്. മുനമ്പത്തിന് ഫലം കിട്ടാനുള്ള 1-ാമത്തെ പടി നമ്മൾ കയറി. അടുത്ത 2-ാമത്തെ പടി എന്താണ്? മുസ്ലിം മതം അനുശാസിക്കും പ്രകാരമുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം ഈ വസ്തു നീക്കി വച്ചത്. അപ്പോൾ ആ പ്രമാണം ഒരു വഖഫാണെന്നും അത് മുസ്ലിം മതം അനുശാസിക്കും പ്രകാരമുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് മാറ്റിവച്ചിട്ടുള്ളത് എന്നും ആണ് വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും ഒക്കെ ഈ നിമിഷം വരെ പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ 2-ാമത്തെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നു. അവർ 2-ാമത്തെ പടിയും കയറി. 3 പടിയാണ് ആകെയുള്ളത്. 3-ാമത്തെ പടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്ന് അർത്ഥം. അപ്പോൾ അന്ന് ഈ സിദ്ദിഖ് സേട്ടു ഈ വസ്തു കൊടുത്തത്, കൈമാറ്റം ചെയ്തത് 1860 ദ ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ 1948 12-ാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന പബ്ലിക് ചാരിറ്റി. കാരണം ഈ പബ്ലിക് ചാരിറ്റിക്ക് മാത്രമേ അതിനടിയിൽ, ഈ ആക്ടിനടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള അവകാശം ഉള്ളൂ. അപ്പോൾ അതൊരു പബ്ലിക് ചാരിറ്റി ആണ്. അപ്പോൾ ഈ പുതിയ നിയമം എന്താണ് പറയുന്നത്? ഒരു മുത്തവല്ലിക്കും പകരം ഒരു ട്രസ്റ്റായിട്ടോ അതല്ല മറ്റേതെങ്കിലും ചട്ടപ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിലേക്കോ ആണ് ഈ ദാനം നടത്തിയിട്ടുള്ളത് എങ്കിൽ അന്നേ ദിവസം മുതൽ തന്നെ വഖഫ് ആക്ടിന് അതിന്മേൽ അധികാരം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഈ അമെൻമെന്റിൽ പറയുന്നത്.
പ്രത്യേകം വീണ്ടും എടുത്തു പറയുന്നത് മറ്റൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകം സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും കോടതികൾ ഇതൊരു വഖഫായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇത് വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും. അപ്പോൾ ആ വസ്തു 1950 നവംബർ മാസം 1 മുതൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലെ വ്യവസ്ഥകൾക്കും ഈ ഫറൂഖ് കോളിന്റെ ബൈലയ്ക്കും വിധേയമായിട്ട് ആയിരിക്കണം. അപ്പോൾ ഈ വസ്തു അന്നേ ദിവസം മുതൽ തന്നെ ഫറൂഖ് കോളിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു. ഈ സിദ്ദിഖ് സെട്ടു തന്റെ പ്രമാണത്തിലും എഴുതിയിരുന്നു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ക്രയവിക്രയം ചെയ്യാവുന്നത് ആണ്. അപ്പോൾ അപ്രകാരം അവരുടെ വസ്തു അവരുടെ ഇഷ്ടപ്രകാരം മുനമ്പത്തെ ജനങ്ങൾക്ക് പൈസ വാങ്ങിക്കൊണ്ട് വിൽപ്പന നടത്തുകയാണ്. അതും ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വിൽപ്പന നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്യാൻ ഈ വഖഫ് ബോർഡിനോ വഖഫ് ട്രൈബ്യൂണലിനോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി പറയുന്നത്, മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും, അങ്ങനെ പറ്റത്തില്ലല്ലോ, വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഒരു കേസ് കിടക്കുകയാണല്ലോ, അതിന്റെ ഡിസിഷൻ എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കുമല്ലോ ഇതിന്റെ ഭാവി. അല്ല, കാരണം ഇവിടെ പറയുന്നത് എന്താ, ഒരു സുപ്രീം കോടതി ഉത്തരവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ വഖഫ് ബോർഡിന് അതിൽ അധികാരം ഇല്ല എന്നാണ്. അപ്പോ ഇത്രയും ചെറിയ ഒരു സ്ഥാപനമായ ഈ വഖഫ് ട്രൈബ്യൂണൽ ഇനി ഒരു വിധി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു ഉപയോഗമില്ലെന്നേ. അതായത് ഈ ഏത് നിമിഷമാണോ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ നിയമത്തിൽ ഒപ്പുവെച്ചത്, ആ സമയം ഈ വഖഫ് ട്രൈബ്യൂണലിലുള്ള മുമ്പിലുള്ള കേസ് ഇൻഫ്രക്ഷൻസ് ആയി കഴിഞ്ഞു. ഇനി ഒരു ഫലവുമില്ല. അതുകൊണ്ട് ഇനി നിയമപരമായിട്ട് ഈ വഖഫ് ട്രൈബ്യൂണലിന് ആ കേസ് ട്രയൽ ചെയ്ത് ഒരു വിധി പറയാനുള്ള യാതൊരു അധികാരവും ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നാം നമ്മുടെ ശ്രീ KS അരുൺകുമാറിന്റെ ജൽപ്പനങ്ങൾ, ഞാൻ പറയുന്നു ജൽപ്പനങ്ങൾ, യാതൊരു വിധത്തിലുള്ള ഒരു അടിസ്ഥാനവുമില്ലാതെ ജനങ്ങളെ പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി മാത്രം അദ്ദേഹം വിളിച്ചു പറയുന്ന വിഡ്ഢിത്തങ്ങൾ നമുക്ക് കാണാം. ഈ നിയമത്തിന്റെ 2A പുതുതായി ഉൾപ്പെടുത്തിയ വകുപ്പ് പ്രകാരം ഏതെങ്കിലും കോടതികളുടെ ജഡ്ജ്മെന്റോ ഡിക്രിയോ ഉത്തരവുകളോ നിലവിലുണ്ടെങ്കിൽ പോലും, അത് ഈ നിയമത്തിന് മുൻപോ അതിന് ശേഷമോ വന്നാൽ പോലും, അത് വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ 2A നിയമ ഭേദഗതി മൂലം ഇപ്പോഴുള്ള മുനമ്പത്തെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും എന്നും, അതുകൊണ്ട് എല്ലാ ഭൂ ഉടമസ്ഥർക്കും കരമടയ്ക്കാനും അവർക്ക് സ്വന്തം ഭൂമിയായി ഉപയോഗിക്കാൻ കഴിയും എന്നുമാണ് BJPയും അതുപോലെ ചില വ്യക്തികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2A വകുപ്പ് പ്രകാരം ഏതെങ്കിലും കോടതികളുടെ വിധികൾ, ജഡ്ജ്മെന്റ്, ഡിക്രി, അതുപോലെ ഓർഡർ എന്നതിനെ മാത്രമാണ് അത് ബാധിക്കുക. ഏതെങ്കിലും വഖഫ് ബോർഡുകളുടെ ഉത്തരവുകളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല. ട്രൈബ്യൂണലുകളുടെ ഉത്തരവുകളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല. എല്ലാം കോടതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ കൃത്യമായി അറിയാവുന്നത് പോലെ വഖഫ് നിയമപ്രകാരമുള്ള ബോർഡോ ട്രൈബ്യൂണലോ ഈ 2A വകുപ്പിന്റെ ഭാഗമായി പരാമർശിക്കാത്തത് കൊണ്ട് ഒരു തരത്തിലും ഈ നിയമത്തിന്റെ ഒരു ഗുണം മുനമ്പത്തെ ഭൂ ഉടമസ്ഥർക്ക് കിട്ടും എന്ന് ഈ 2A വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഇതിൽ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ജഡ്ജിമെന്റ്, ഡിക്രി, പിന്നെ ഓർഡർ, അതിന് മാത്രമാണ് ബാധകം. ഈ വഖഫ് ട്രൈബ്യൂണലിലെയോ വഖഫ് ബോർഡിലെയോ വിധികളെ സംബന്ധിച്ച് അതിൽ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് മുനമ്പത്തിന് രക്ഷയില്ല എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അവിടെ വഖഫ് ബോർഡെന്നും വഖഫ് ട്രൈബ്യൂണലെന്നും കൂടി എഴുതിയിരുന്നു എങ്കിൽ മുനമ്പം രക്ഷപ്പെടുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഒരു വക്കീലാണല്ലോ, അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, എന്റെ പൊന്നു വക്കീലേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിമെന്റ് ഉണ്ടെങ്കിൽ പോലും ബാധകമല്ല എന്നാണ്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ വഖഫ് ട്രൈബ്യൂണലിന്റെ കാര്യം പറയുന്നത്. നിങ്ങൾക്കറിയാമോ ഈ വഖഫ് ട്രൈബ്യൂണൽ എന്താണ്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോടതി എന്ന് എഴുതിയിട്ടുള്ളൂ, വഖഫ് ട്രൈബ്യൂണൽ എന്ന് എഴുതിയിട്ടില്ല എന്നാണല്ലോ താങ്കളുടെ വാദം. എന്റെ പ്രിയപ്പെട്ട അരുൺകുമാറെ, ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയുമോ, താങ്കൾ ഈ വഖഫ് ആക്ട് യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ടോ? അതിൽ ഒരു സെക്ഷൻ 83 ഉണ്ട്, അതിനൊരു സബ്സെക്ഷൻ ഉണ്ട് 5. 83(5) പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ വഖഫ് ട്രൈബ്യൂണൽ ഷാൽ ഡീംഡ് ടു ബി എ സിവിൽ കോർട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമെന്റ് ഉണ്ട് എങ്കിൽ പോലും ഇവിടെ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും താങ്കളുടെ വാദത്തിനെ എതിർക്കാൻ വേണ്ടി ഞാൻ മാത്രം പറയുകയാണ്, ഈ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നതും ഒരു സിവിൽ കോടതി തന്നെ ആണ്. പിന്നെ
താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ വഖഫ് ബോർഡിന്റെ ഉത്തരവുകൾ സുപ്രീം കോടതിയെക്കാളും കൂടിയ ഉത്തരവാണല്ലോ. വഖഫ് ബോർഡിന്റെ ഉത്തരവുകൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 13(3) എന്താണ് പറയുന്നത് എന്ന് വച്ചു കഴിഞ്ഞാൽ, വഖഫ് ബോർഡ് ഈസ് എ ബോഡി കോർപ്പറേറ്റ്. താങ്കൾക്ക് അറിയാമോ ഈ ബോഡി കോർപ്പറേറ്റ് എന്താണെന്നുള്ളത്? ഇത് ഒരു കമ്പനിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോർപ്പറേഷനോ ഒക്കെ സമാനമായ ഒരു സംഗതി, അത്രേ ഉള്ളൂ. അതാണ് താങ്കൾ സുപ്രീം കോടതി ഉത്തരവിന് ബാധകമാണെങ്കിലും വഖഫ് ബോർഡിന്റെ ഉത്തരവിന് ബാധകമാണെന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ താങ്കൾ ഈ മെഴുകയല്ലോ. ഇത് ജനങ്ങൾ എല്ലാവരും താങ്കളെ പോലെ പൊട്ടനാണെന്ന് താങ്കൾ വിചാരിക്കരുത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ അരുൺ കുമാറിന്റെ ഒന്നാമത്തെ വാദം ഒരു അടിസ്ഥാനവുമില്ലാതെ ആൾക്കാരുടെ അജ്ഞതയെ മാത്രം മുതലെടുക്കാനുള്ള ഒരു ട്രപ്പീസ് കളി ആണ് എന്ന് ഏവരും മനസ്സിലാക്കുക. മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴേ വഖഫ് ബോർഡ് ഉത്തരവ് പാസാക്കിയിരിക്കുന്നു. ആ ഉത്തരവ് ചലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിലാണ് കേസ്. ആ ട്രൈബ്യൂണലിലുള്ള കേസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമ ഭേദഗതി മൂലം ട്രൈബ്യൂണൽ വിധി പറഞ്ഞാൽ ആ വിധി ഒരു അന്തിമ വിധിയല്ല. സെക്ഷൻ 40 ഡിലീറ്റ് ചെയ്തതോടുകൂടി ട്രൈബ്യൂണലിന്റെ വിധി ഒരു അന്തിമ വിധിയല്ല, അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഹൈക്കോടതി അത് 6 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ളത് മാറ്റി എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതാണ്. അത്തരത്തിൽ ഉള്ള നിയമ ഭേദഗതികളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം വഖഫ് ആക്ട് കണ്ടിട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചെയ്തിയിൽ കൂടി. അതായത് അദ്ദേഹം പറയുന്നു വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു ഉത്തരവ് പാസാക്കി മുനമ്പം ഒരു വഖഫ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു മുകളിലുള്ള അപ്പീൽ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ നടന്നു വരികയാണ്. അപ്പോൾ ഈ സെക്ഷൻ 40 എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയില്ല. അദ്ദേഹം പറയുന്നു ഈ സെക്ഷൻ 40 അമെൻഡ് എടുത്തു കളഞ്ഞതിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് വച്ചു കഴിഞ്ഞാൽ, നേരത്തെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞിരുന്നു എങ്കിൽ 6 മാസത്തിനകം അത് ഹൈക്കോടതി പരിശോധിച്ച് പുതിയ വിധി പറയേണ്ടതാണ് എന്നും, എന്നാൽ പുതിയ ഈ നിയമ ഭേദഗതിയിലൂടെ അങ്ങനെ 6 മാസത്തിനകത്തൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഡയറക്ഷനാണ് ഈ പുതിയ ഭേദഗതി നിയമത്തിൽ ഉണ്ട് എന്നും ആണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇദ്ദേഹത്തിന് അറിയാമോ സെക്ഷൻ 40 എന്താണെന്ന്? സെക്ഷൻ 40 എന്ന് പറയുന്നത് വഖഫ് ബോർഡിന് തോന്നുകയാണെങ്കിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ആരുടെയും വസ്തു ഏറ്റെടുത്തതിന് ശേഷം റവന്യൂ രേഖകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അവരുടെ എല്ലാവിധ അവകാശങ്ങളും റദ്ദ് ചെയ്യാനുള്ള ഏകപക്ഷീയമായ അമിതമായ അധികാരത്തെയാണ് സെക്ഷൻ 40 പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? സെക്ഷൻ 40 എടുത്ത് കളഞ്ഞതിലൂടെ ഹൈക്കോടതിക്ക് നേരത്തെ 6 മാസം കാലപരിധി ഉണ്ടായിരുന്നത് ഇപ്പം പെട്ടെന്നായിട്ട് ചുരുക്കി കൊടുത്തു എന്നാണ്. ഇതൊക്കെ അദ്ദേഹം സ്വപ്നത്തിൽ വല്ലതും കണ്ടു എന്നാണ് എനിക്ക് സംശയം. അദ്ദേഹം എന്തായാലും തീർച്ചയായിട്ടും ഈ വഖഫ് ആക്ട് എന്ന് പറഞ്ഞ സംഗതി തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ മുനമ്പത്തിന് ഒരു അപ്പീൽ കൊടുക്കാം എന്നല്ലാതെ വേറെ ഒരു രക്ഷയുമില്ലെന്നാണ് എന്നെ സംബന്ധിച്ചോളം. നിയമപരമായിട്ടും വഖഫ് ട്രൈബ്യൂണലിലുള്ള കേസ് ചത്ത കുതിരയാണ്. അത് ഇനി വാദം കേൾക്കാനോ വിധി പറയുവാനോ ഈ പുതിയ നിയമ ഭേദഗതിയുടെ വെളിച്ചത്തിൽ വഖഫ് ട്രൈബ്യൂണലിന് യാതൊരു അധികാരവുമില്ല. ആ കേസിനെ കുറിച്ചിട്ടാണ് ഒരു അഡ്വക്കേറ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ മഹാൻ പറയുന്നത് ഇതൊക്കെയാണ് ഈ പുതിയതായിട്ട് നിന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണെന്ന്. ഇതിന്റെ പൊന്ന അരുൺകുമാറെ, ഞങ്ങളെപ്പോലെയുള്ള കുറെ ആൾക്കാരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം താങ്കൾ ഇത്തരം പൊള്ളയായ അടിസ്ഥാനരഹിതമായ സ്വയം വിഡ്ഢിയാകുന്ന സ്വയം തേച്ച് മെഴുകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഭാവിയിലെങ്കിലും നടത്തേണ്ടത്. കാരണം താങ്കളുടെ സഹപ്രവർത്തകരായ ഒരുപാട് നല്ല അഭിഭാഷകർ, അവർക്ക് കൂടി നാണക്കേടാണ് താങ്കൾ ഈ വിളമ്പുന്ന വിഡ്ഢിത്തം. വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കോടതി ഡിഗ്രി ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ പുറത്ത് വഖഫ് ബോർഡിൽ ആ പ്രശ്നം വിശദമായി പരിശോധിക്കുകയും വഖഫ് ബോർഡ് ഒരു വിധി പറഞ്ഞുകൊണ്ട് ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തുകയും ആ ബോർഡിന്റെ ഉത്തരവിനെതിരെ അത് ട്രൈബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും ആ ട്രൈബ്യൂണലിൽ ഇപ്പോൾ കേസ് പെൻഡ് നിൽക്കുന്നു എന്നതുകൊണ്ട് മറ്റൊരു കോടതികൾക്കും അധികാരമില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സൂചിപ്പിച്ചത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഗവൺമെന്റ് വെച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞ ഉത്തരവ് ട്രൈബ്യൂണലിൽ പെൻഡിങ് നിൽക്കുന്ന കേസിൽ മറ്റൊരു കോടതിക്കും ഉത്തരമില്ല എന്ന് തന്നെയാണ്, ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ വഖഫ് നിയമത്തിൽ വന്നിരിക്കുന്ന ഭേദഗതി ഏതെങ്കിലും രൂപത്തിൽ ശാശ്വതമായി മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലല്ല.
BJP അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ്. BJP നേതാക്കൾ ധൈര്യമായി മുന്നോട്ട് വന്ന് സൂചിപ്പിക്കണം, ഏതു വകുപ്പ് പ്രകാരം മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഞങ്ങൾ ഈ അമെൻമെന്റ് നടത്തിയ നിയമത്തിൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ അവർ തയ്യാറാകണം. പിന്നെ അദ്ദേഹം പറയുന്നു, നേരത്തെ തന്നെ ഒരു കോടതിയുടെ ജഡ്ജ്മെന്റും ഡിഗ്രിയും ഒക്കെ ഉണ്ടായിരുന്നു, ഇത് വഖഫാണെന്നും പറഞ്ഞു. അതിനുശേഷം വീണ്ടും വഖഫ് ബോർഡ് അത് വിശദമായിട്ട് പരിശോധിച്ചിട്ട് അത് വഖഫാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പെൻഡിങ് ആണ് ഈ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ. അതുകൊണ്ടാണ് ഇവർ നിയമിച്ച ഈ രാമചന്ദ്രൻ കമ്മീഷനെ പിരിച്ചുവിടുന്ന വേളയിൽ ഹൈക്കോടതി പറഞ്ഞത്, അങ്ങനെ ട്രൈബ്യൂണലിന് മുന്നിൽ പെൻഡിംഗ് ആയിട്ടുള്ള ഒരു കേസിൽ മറ്റാരും അന്വേഷണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ട്രൈബ്യൂണൽ ഇത് വിചാരണ ചെയ്ത് വരാൻ പോകുന്ന വിധിയാണ് അന്തിമം എന്നൊക്കെയാണ് അദ്ദേഹം തട്ടിവിടുന്നത്. എന്റെ പൊന്ന അരുൺകുമാർ സാറേ, ആ കേസ് വഖഫ് ട്രൈബ്യൂണലിന് ഇനി വിചാരണ പോലും നടത്താനുള്ള അധികാരമില്ല എന്നുള്ള നഗ്ന സത്യമെങ്കിലും ബീങ് ആൻ അഡ്വക്കേറ്റ് താങ്കൾ മനസ്സിലാക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം പറയുന്നു പണ്ട് ഈ കോടതിയുടെ ജഡ്ജ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്, വഖഫാണെന്നും പറഞ്ഞിട്ടല്ല, അതൊരു ഇൻജങ്ഷൻ സൂട്ട് ആയിരുന്നു. അതും ഈ ഇൻജങ്ഷൻ സൂട്ട് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിൽ ടൈറ്റിൽ ടു എ പ്രോപ്പർട്ടി കനോട്ട് ബി ഡിസൈഡഡ് എന്നുള്ള ഒരു അടിസ്ഥാന വിവരമെങ്കിലും അദ്ദേഹത്തിന് അറിയാം എന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും എന്റെ പൊന്നരുൺകുമാറെ, ഈ വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിലെ 1995 മുമ്പ് ഏതെങ്കിലും ഒരു സിവിൽ കോടതി ഏതെങ്കിലും ഒരു വസ്തു വഖഫായിട്ടോ അതല്ല വഖഫ് എന്നോ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് വഖഫ് ആക്ടിന്റെ സെക്ഷൻ 7B പ്രകാരം പിന്നീട് വഖഫ് ട്രൈബ്യൂണലിനെ റീഓപ്പൺ ചെയ്യാൻ സാധ്യമല്ല എന്ന് ഈ വഖഫ് ആക്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. താങ്കൾ വല്ലപ്പോഴും അതൊന്ന് തുറന്ന് വായിച്ചു നോക്കണം. അത് ശരിയാണെങ്കിൽ, താങ്കളുടെ അഭിപ്രായവും ശരിയാണെങ്കിൽ പോലും ഈ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള ഈ കേസ് ഇൻഫ്രസ്റ്റസ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് BJPക്കാർ ധൈര്യമായിട്ട് പറയണം ഏത് സെക്ഷൻ പ്രകാരമാണ് അവർക്ക് മുനമ്പംകാർക്ക് ഗുണം കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ താങ്കളെ എനിക്കെന്നല്ല ഈ ലോകത്ത് മറ്റാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. മുഴുവൻ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുന്ന തരത്തിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇത് പാസാക്കിയതെങ്കിൽ ഇനി രാഷ്ട്രപതി ഒപ്പിടുന്ന ഒരു നടപടിക്രമം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭൂസമരം തുടരെ കൊണ്ടുപോകുന്നത്? ആ സമരം അവസാനിപ്പിച്ചുകൂടെ? ശരിക്കും ആ സമരം അവസാനിക്കാതെ തുടർന്നു പോകുമ്പോൾ ഈ നിയമം കൊണ്ട് ഗുണമില്ല എന്ന് സമരസമിതിയുടെ കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് അർത്ഥം. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത്, ഈ നിയമ ഭേദഗതിയിലൂടെ മുനമ്പംകാരുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു എങ്കിൽ വീണ്ടും എന്തിനാണ് സമരം തുടർന്നു പോകുന്നത് എന്ന്. തീർച്ചയായിട്ടും ഇതിന് രണ്ട് പാർട്ടുണ്ട്. അതിന്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതായത് നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു, മുനമ്പംകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. നിങ്ങളുടെ സർക്കാർ ഈ കാര്യം ഈ വസ്തുതയുടെ വെളിച്ചത്തിൽ പരിഗണിച്ച് അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു സംഗതി ഇവിടെ ബാക്കി കിടക്കുകയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യുന്നത് വരെ അവർ മുനമ്പത്ത് സമരം തുടരും. എന്താ നിങ്ങളുടെ സർക്കാരിന് ഭയമുണ്ടോ ഈ സമരത്തിൽ? വഖഫ് നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് ചില അധികാരങ്ങളുണ്ട്. ആ സംസ്ഥാന ഗവൺമെന്റിനുള്ള അധികാരങ്ങൾ അത് സെക്ഷൻ 95 പ്രകാരം അതുപോലെ തന്നെ ഉള്ള അധികാരങ്ങൾ, ആ അധികാരങ്ങൾ എടുത്ത് പ്രയോഗിച്ചിട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ച് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതുപോലെ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമവായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നത് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചത്. എന്നിട്ട് അദ്ദേഹം വളരെ വിചിത്രമായ മറ്റൊരു കാര്യം പറയും. അതായത് വഖഫ് ആക്ടിന്റെ സെക്ഷൻ 95 പ്രകാരം കേരള സർക്കാരിന് എന്തൊക്കെയോ ഭയങ്കര അധികാരങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വഖഫ് ആക്ടിന്റെ സെക്ഷൻ 95 പറയുന്നത് വഖഫ് ബോർഡ് ഏതെങ്കിലും വസ്തുവിൽ ക്ലെയിം ഉന്നയിച്ചതിനെ തുടർന്ന് എന്തെങ്കിലും തർക്കങ്ങളും മറ്റും ഉണ്ടെങ്കിൽ യഥാവിധി അവിടെ പറയുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ ഈ ബന്ധപ്പെട്ട കക്ഷികൾ വഖഫ് ട്രൈബ്യൂണലിൽ പോയതിനു ശേഷം അപ്പീൽ ഫയൽ ചെയ്യേണ്ടതാണ്. അതിൽ കാലതാമസം വരുന്നു എങ്കിൽ കാര്യമായ കാരണങ്ങൾ ബോധിപ്പിക്കുന്ന പക്ഷം ആ സമയം വഖഫ് ട്രൈബ്യൂണലിന് നീട്ടിക്കൊടുക്കാവുന്നതാണ് എന്നാണ് സെക്ഷൻ 95 പറയുന്നത്. എന്നാൽ ഈ വിദ്വാൻ, ഈ മഹാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 95യുടെ അടിയിൽ കേരള സർക്കാരിന് ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാമചന്ദ്രൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് എന്ന്. എന്തൊരു വിഡിത്തമാണ് ഇത് മിസ്റ്റർ KS അരുൺകുമാർ അഡ്വക്കേറ്റ്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ താങ്കൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല.
1952 കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരമാണ് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചത്. അല്ലാതെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 95 പ്രകാരമല്ല. ഒരിക്കലെങ്കിലും താങ്കൾ ദയവ് ചെയ്ത് ആ വഖഫ് ആക്ട് ഒന്നെടുത്ത് മറിച്ചു നോക്കൂ എന്ന് മാത്രമേ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കമ്മീഷനെ നിയമിക്കുന്നതിലൂടെ എന്തൊക്കെ നിയമപരമായ സാധ്യതകളാണ് ഈ വിഷയം പരിഹരിക്കാൻ ഉള്ളത് എന്നും എന്തൊക്കെ സമവായ സാധ്യതകളാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നും കമ്മീഷൻ കണ്ടുപിടിക്കും എന്നാണ്. ഈ വഖഫ് ആക്ട് താങ്കൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ രണ്ട് സംഗതിയും ഇല്ല എന്ന് മനസ്സിലാകും. കുറച്ചു മുമ്പിലെ താങ്കൾ പറഞ്ഞത് ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ രാമേന്ദ്രൻ കമ്മീഷനെ പിരിച്ചുവിട്ട സമയത്ത് ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിലുള്ള ഒരു വിഷയം മറ്റാർക്കും തന്നെ പരിഗണിക്കാൻ പാടില്ല എന്ന്. പിന്നെ താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? നിങ്ങൾ ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 95 എന്നെ സംബന്ധിച്ചോളം അത് ഈ കമ്മീഷൻസ് ഓഫ് എൻക്വയറീസിന്റെ സെക്ഷൻ 3 അത് പ്രകാരം നിയമിച്ച കമ്മീഷന് എങ്ങനെയാണ് ഒരു പരിഹാരം നിങ്ങൾ പറയുന്നത് പോലെ നിർദ്ദേശിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരേ വീഡിയോയിൽ തന്നെ താങ്കൾ രണ്ടഭിപ്രായം, ഒരേ വിഷയത്തെ സംബന്ധിച്ച് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത്? അല്പമെങ്കിലും നാണം വേണ്ടേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ? BJP ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അല്ലെങ്കിൽ അവിടെ ഭൂപ്രശ്നം നേരിടുന്നവരെ പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനും ഒരാൾക്ക് പോലും ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുവാനും ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കരമടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത്, അവിടെ ഭൂപ്രശ്നം പരിഹരിക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. പിന്നെ ശ്രീ അരുൺകുമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ജനങ്ങളെ പറഞ്ഞു പറ്റുകയാണ്. കാരണം ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പംകാർക്ക് ഒരു രക്ഷയും ഇല്ല. അവരുടെ രക്ഷകരാകാൻ ആയി ഈ ലോകത്ത് കഴിവുള്ള ഏക സംഘടന അദ്ദേഹത്തിന്റെ സർക്കാരാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി, അവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഒരു വലിയ റെസൊല്യൂഷൻ അസംബ്ലിയിൽ പാസ്സാക്കുകയുണ്ടായി. എന്താണ്? ആ ഭേദഗതി കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞങ്ങളല്ലേ കരമടയ്ക്കാനുള്ള പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത്. മിസ്റ്റർ അരുൺകുമാർ, താങ്കളുടെ വസ്തുവിൽ എനിക്ക് കരം അടയ്ക്കാൻ ഒരു അവകാശം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പോക്കറ്റിലുള്ള പൈസ കരത്തിന്റെ രൂപത്തിൽ പോകും എന്നല്ലാതെ എനിക്ക് എന്ത് ബെനിഫിറ്റാണുള്ളത്? താങ്കളുടെ വസ്തുവില്ലേ ഞാൻ കരമടയ്ക്കുന്നത് കൊണ്ട് മാത്രം അതെന്റെ വസ്തുവായി മാറുമോ? എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് ബീങ് ആൻ അഡ്വക്കേറ്റ് താങ്കൾ ഈ സമൂഹത്തിൽ വിളിച്ചു പറയുന്നത് എന്ന് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുകയാണ് മിസ്റ്റർ KS അരുൺകുമാർ താങ്കളെ കുറിച്ചിട്ട്. മുൻപത്തെ ഒരാൾക്ക് പോലും ഭൂമി നഷ്ടപ്പെടാതെ ഈ സർക്കാർ നോക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്. ഈ പ്രശ്നം അവസാനിക്കാൻ പാടില്ല എന്നാണ് ഈ സർക്കാരിന്റെ ആവശ്യം, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. കാരണം എന്താണ്? അപ്പോൾ മാത്രമേ അവർക്കൊരു പരിഹാര നിർദ്ദേശവുമായി മുന്നോട്ട് വരാൻ സാധിക്കൂ. ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുൻപത്തെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു എങ്കിൽ തന്നെയും അത് സമ്മതിക്കാതെ ഈ വസ്തു സർക്കാർ ഏറ്റെടുത്ത് വീണ്ടും മുനമ്പംകാർക്ക് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് 500ഓളം ഏക്കർ വസ്തു കാസർഗോഡിന്റെ ഏതോ ഒരു ഭാഗത്ത് ഈ വഖഫ് ബോർഡിന് കൊടുക്കാനുള്ള ഒരു ധാരണ അണ്ടർഗ്രൗണ്ടിൽ എവിടെയോ നടക്കുന്നുണ്ട്. അവിടെയാണ് എന്റെ ഈ കണ്ടുപിടുത്തം. മുനമ്പംകാർക്ക് ഈ ഭേദഗതി നിയമത്തിലൂടെ ഒരു പരിഹാരം ഉണ്ട് എന്നുള്ള എന്റെ കണ്ടുപിടുത്തം ഒരു തടസ്സമായിട്ട് നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് മുനമ്പത്തിന് നിയമപരമായ പരിഹാരം ആയി കഴിഞ്ഞു. ആ സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അത് അംഗീകരിച്ചുകൊണ്ട് എത്രയും വേഗം അവരുടെ റവന്യൂ അവകാശങ്ങൾ ഇൻക്ലൂഡിംഗ് ദ ടൈറ്റിൽ ടു ദ പ്രോപ്പർട്ടി തിരികെ കൊടുക്കുക എന്നുള്ളതാണ് ബീങ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈ സർക്കാരിന്റെ കടമ. അതല്ലാതെ ഈ വസ്തുവിന് പകരമായിട്ട് കാസർഗോഡ് 500 ഏക്കറോ മറ്റോ വഖഫ് ബോർഡിന് കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനം അത് ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കും എന്നുള്ളത് തികഞ്ഞ ഒരു സത്യമാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, 1971 പറവൂർ സബ് കോടതി കണ്ടത് 135.11 ഏക്കർ വസ്തുവാണ് ഇവിടെ ഈ സിദ്ദിഖ് സേട്ടുവിന്റെ ആ പ്രമാണത്തിൽ ഉൾപ്പെട്ട വസ്തുവിൽ നിന്നും അവിടെ ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ കടൽ കൊണ്ടുപോയി. എങ്കിൽ തന്നെയും 2019 വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത് 404.76 ഏക്കർ വസ്തുവാണ്. കടൽ കൊണ്ടുപോയ വസ്തുവിനെ എങ്ങനെയാണ് വഖഫിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുക? കടൽ ക്ലെയിം ചെയ്യാൻ പറ്റൂ? കടൽ ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അറിയണ്ടേ? കാരണം അത് ലിസ്റ്റ് നമ്പർ 1 അത് കേന്ദ്ര വിഷയമാണ്. അതിനാൽ തന്നെ കേന്ദ്രത്തിനെ
ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് വഖഫ് ബോർഡിന് 404.76 ഏക്കർ വസ്തു ക്ലെയിം ചെയ്യാൻ സാധിക്കുക? അഥവാ ക്ലെയിം ചെയ്യണം എങ്കിൽ തന്നെയും 135.11 ഏക്കർ മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെ ഈ അന്തർധാരകൾ പലതും നടക്കുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള കേസ് അരുൺകുമാർ രംഗത്ത് വരും, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. അവസാനം ഒരു മുനമ്പത്തിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇന്ന് തന്നെ കണ്ടു, മാതൃഭൂമിയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടു, സുപ്രീം കോടതിയിൽ പോയിട്ട് മുസ്ലിം ലീഗ് മുനമ്പൻ ജനതയെ അടിച്ചറക്കില്ല എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ ആർട്ടിക്കിൾ 32 അടിയിൽ ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ? കാരണം സ്വന്തം മൗലികാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ഈ ആർട്ടിക്കിൾ 32 അടിയിൽ ഒരാൾക്കൊരു ഹർജി സമർപ്പിക്കാൻ സാധിക്കൂ. എന്താണ് കാരണം? ഭാവിയിൽ പറയണം, ഞങ്ങൾ അന്ന് മുനമ്പൻ ജനതയോടൊപ്പം ആയിരുന്നു, ഞങ്ങളാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് അവരെ അവിടെ നിന്നും അടിച്ചിറക്കരുത് എന്ന് പറഞ്ഞതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന വളരെ ശക്തമാണ്. അതിനാലാണ് ഈ പുതിയ നിയമ ഭേദഗതി വന്നിരിക്കുന്നത്. ഇനി മുനമ്പൻ ജനതയ്ക്ക് ആരുടെയും ഔദാര്യത്തിന്റെ ആവശ്യമില്ല. അവർക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം. അവർ ജീവിതകാലം മുഴുക്കെ പ്രകൃതിയോട് പടവെട്ടി ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. എന്തായാലും ഞങ്ങളെപ്പോലെയുള്ളവരെല്ലാം അവരോടൊപ്പം കാണും. തീർച്ചയായിട്ടും അന്തിമ വിജയം വന്നിട്ട് ഈ മുനമ്പൻ ജനതയ്ക്ക് തന്നെയായിരിക്കും എന്നുള്ള സത്യം ഇതുപോലുള്ള അരുൺകുമാറിനെ പോലെ ഉള്ള അഭിഭാഷകർ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.